ഹലോ ഗൈസ്, ഞാൻ അങ്ങനെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് യൂട്യൂബിൽ എടുത്ത് ഞാൻ നോക്കിയപ്പോൾ ഓണത്തിൻ്റെ ഓണ എക്സാമിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ കണ്ടത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ തന്നെ ഓണ എക്സാം ആണ്. ഏകദേശം സെപ്റ്റംബർ 4-ാണ് ഓണ എക്സാം. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ഓണ എക്സാമിൻ്റെ ഓണ എക്സാമിൻ്റെ സ്റ്റഡി പ്ലാനൊക്കെ ഇടാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കാമെന്ന് ഞാൻ അപ്പോൾ തന്നെ ഉണ്ടാക്കിയാണ്. ഇപ്പോൾ ഏകദേശം 11 മണി ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഉണ്ടാക്കിയാണ്. അങ്ങനെ ഇപ്പോൾ പിന്നെ പണ്ട് ഉണ്ടാക്കിയാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ ഓണ എക്സാമിൻ്റെ പ്ലാനിനെ പറ്റി പറയാം. എൻ്റെ ഓണ എക്സാമിൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ വലുതായിട്ട് പ്ലാനൊന്നുമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ ജെയ്ക്ക് വേണ്ടിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓണ എക്സാമിന് വേണ്ടി ഫോക്കസ് വല്ലാതെ ചെയ്തില്ല. കാരണം ടൈം ടേബിളും കിട്ടിയില്ല ഒരു കാരണം. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബോർഡ് എക്സാമിന് ഞാൻ അധികം ഫോക്കസ് ചെയ്യില്ല. ഇപ്പോൾ ഓണ എക്സാമിനൊന്നും വലിയ കാര്യമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ അപ്പോൾ അധികം ഫോക്കസ് ഒന്നും ചെയ്യില്ല, ജയിക്കാൻ നോക്കുന്നത്. എന്നാലും ടൈം ടേബിൾ വെച്ച് ഫിസിക്സും കെമിസ്ട്രി മാത്സും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. ടൈം ടേബിൾ കിടന്നിട്ടുമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുന്ന അത്യാവശ്യം നല്ല ടൈറ്റ് ഷെഡ്യൂൾ തന്നെയാണ്. സ്കൂൾ ഡേയ്സ് ഒരു 5.5 ഹവർ പഠിക്കാനുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും +1 പ്ലസ് 2 യൂസ് ആവും. +1 ഓൺ എക്സാം ഉണ്ടോ അറിഞ്ഞൂടാ. നമുക്ക് കഴിഞ്ഞൊന്നും ഇല്ലായിരുന്നു. പക്ഷേ സ്കൂളിൽ നടത്തിയിരുന്നു. ഗവൺമെൻറ് അല്ല, സ്കൂളിൽ നടത്തിയിരുന്നു. സ്കൂളുകാർ തന്നെ ഇട്ടത്. അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഷെഡ്യൂൾ കാണിച്ചത് ഓൺ എക്സാമിൻ്റെ പ്ലാനൊക്കെ അത്ര തന്നെ ഉള്ളൂ. വലുതായിട്ടൊന്നും ഞാൻ നോക്കുന്നില്ല. എന്തായാലും ടൈം ടേബിൾ ഇട്ടിട്ട് നല്ല രീതിയിൽ നോക്കണം. ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും കമ്പ്യൂട്ടർ സയൻസ് ഞാൻ അധികം നോക്കില്ല. മറ്റേ 3 നോക്കണം. അതെന്തായാലും പഠിക്കണമല്ലോ. അത് ജയിക്കും പഠിക്കണം. അപ്പോൾ ഓൺ എക്സാമിന് അത്യാവശ്യം നല്ലതായിട്ട് പഠിക്കുക. നമുക്ക് നേരെ ഷെഡ്യൂൾ നോക്കാം. ഷെഡ്യൂൾ എന്ന് പറഞ്ഞതാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയാണ്. ഇപ്പോൾ അങ്ങനെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ക്ലാസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇപ്പോൾ ഏകദേശം 11 മണി ആയിട്ടുണ്ട് രാത്രി. അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയാണ്. ഇപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ഷെഡ്യൂൾ നിങ്ങൾക്ക് ഇതിൽ മാറ്റം വരുത്താതെ ഞാൻ അങ്ങനെയാണെന്ന് പറഞ്ഞില്ല. ആദ്യം തന്നെ സ്കൂളിലത്തെ ഷെഡ്യൂളാണ് ഞാൻ ഉണ്ടാക്കിയത്. അല്ലാതെ സ്കൂളില്ലാത്ത സ്ഥലം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്യുക. 5:30 എണീക്കുക. അത് ഞാൻ ലാസ്റ്റ് എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് പറഞ്ഞാൽ 5:30 എണീറ്റിട്ട് 6:40 വരെ പഠിക്കുക. ഇപ്പോൾ +1 +2 ഉള്ളവർക്കായതുകൊണ്ട് തന്നെ രാവിലെ 9 മണിക്ക് ക്ലാസ് തുടങ്ങും. അതിനോട് എനിക്കൊക്കെ 6:40 തന്നെ ഇവിടുന്ന് മാറ്റിൽ തുടങ്ങണം. പിന്നെ സ്കൂളിലേക്ക് ഏകദേശം 7:45 പോകണം. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ 6:40 വരെ വെച്ചിട്ടുള്ളൂ രാവിലെ. അത് റിവിഷൻ്റെ ടൈമായിട്ടാണ് വെച്ചത്. ഇന്നലെ എടുത്തത് ഇന്ന് റിവൈസ് ചെയ്യാം. മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും. പിന്നെ 6:40 മുതൽ 5:30 വൈകുന്നേരം 5:30 വരെ സ്കൂൾ ടൈമാണ്. പിന്നെ 5:30 മുതൽ 6:30 വരെ ബ്രേക്കാണ്. ബ്രേക്ക് എന്നുണ്ടെങ്കിൽ ഫ്രഷ് ആവാനും പിന്നെ സ്കൂളിൽ നിന്നിട്ട് കുറച്ചൊക്കെ അപ്പോൾ തന്നെ പഠിക്കാനൊന്നും കഴിയില്ല, ഉറപ്പാണ്. പിന്നെ വേറെ കാര്യം, പിന്നെ 6:30 മുതൽ 8:30 വരെ പഠിത്തം. അതെന്തായാലും മസ്റ്റായിട്ട് പഠിക്കണം. 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കേണ്ട. അത് ഞാൻ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കില്ല. 6:30 മുതൽ ഒരു 7:20 വരെ പഠിക്കും. എന്നിട്ട് 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് അതിൽ ഇവിടെ കൂടെയൊക്കെ നടന്ന് കളിക്കുക. അത് ഞാൻ ഇതുവരെ ചെയ്തില്ല. ഞാൻ അങ്ങോട്ടും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ 5:30 നീക്കാനാണ് ടാസ്ക്. അതെന്തെങ്കിലും ആവട്ടെ. 6:30 മുതൽ 8:30 വരെ പഠിക്കുക. പിന്നെ 8:30 മുതൽ 9 മണി വരെ ഫുഡ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടും. 9-10 വരെ ആക്കുക. ഒരു 40 മിനിറ്റൊക്കെ. ഞാൻ ഇപ്പോൾ 1/2 മണിക്കൂറാണ് കൊടുത്തത്. ഇങ്ങനെ ഫോളോ ചെയ്യുക, കഴിയാൻ നോക്കണം. പിന്നെ 9 മണി മുതൽ 11:30 വരെ പിന്നെയും പഠിത്തം. അത് കഴിഞ്ഞിട്ട് 11:30 ഉറങ്ങുക. അപ്പോൾ നമുക്ക് ടോട്ടൽ 5.5 മണിക്കൂറാണ് അവിടെ കിട്ടുന്നത്. പക്ഷേ അതിൽ എഫക്റ്റീവായിട്ട് നമുക്കൊരു 5 മണിക്കൂറൊക്കെ പഠിക്കാനുള്ളൂ. 1/2 മണിക്കൂറൊക്കെ എന്തായാലും ഡിസ്ട്രാക്റ്റ് ആയിട്ട് പോകും. കാരണം അടുപ്പിച്ച് പഠിക്കാനൊന്നുമില്ല. 10 മിനിറ്റ് അതിൻ്റെ ഇടയിൽ കൂടെ ബ്രേക്കൊക്കെ എടുത്ത് അങ്ങനെ പോകും. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് തന്നെ ഫോളോ ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 11:30 ഉള്ളത് നൈറ്റിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ 11:30 ഉള്ളത് ഒരു 12 മണിക്കിട്ട് 5:30 ഉള്ള 6 മണിയൊക്കെ അങ്ങനെ ഷിഫ്റ്റൊക്കെ ചെയ്യാൻ എല്ലാവർക്കും നിശ്ചയുണ്ടാവും. അല്ലെങ്കിൽ രാവിലെ നിൽക്കുന്നവരുള്ള 5 മണിയൊക്കെ ഈ 11:30 ഉള്ളത് 11 മണിയൊക്കെ. എന്തായാലും ഒരു 6 അവർ സ്ലീപ്പ് എന്തായാലും വേണം. ഇത് കറക്റ്റ് 6 അവർ സ്ലീപ്പാണുള്ളത്, 6 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് കുറച്ച് നേരം വെക്കിയിട്ട് പോകുന്നവരൊക്കെ ആണെങ്കിൽ 6:40 ഉള്ള ഒരു 7 മണി 7:10 ആക്കുക. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനാക്കുക. എന്നാലും ഇതന്നെ അത്യാവശ്യം നല്ല ടൈറ്റ് ഷെഡ്യൂളാണ് സ്കൂൾ ഡേയ്സ് ഉള്ളതിന്. ഞാൻ പിന്നെ ടൈം ടേബിൾ ഒന്നും ഉണ്ടാക്കില്ല എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. അതിപ്പോൾ +2കാർക്ക് മാത്രമായിട്ടല്ല. ഇതിപ്പോൾ +1-കാർക്കും +2കാർക്കും ഈ തന്നെ ഫോളോ ഒക്കെ ചെയ്യുക, ചെയ്യുന്നവർക്ക് ചെയ്യുക. പിന്നെ അപ്പോൾ അത്ര തന്നെ ഉള്ളൂ ഈ വീഡിയോ. ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ഷെഡ്യൂളിന് പിന്നെ ഒരു ചെറിയ ടൈം ടേബിളിന് പിന്നെ ഓൺ എക്സാമിൻ്റെ സ്റ്റഡി പ്ലാനിനെ പറ്റി പറയാനാണ്. സ്റ്റഡി പ്ലാനൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ചെറിയ വീഡിയോ ഉള്ളൂ. പിന്നെ അപ്പോൾ ഞാൻ ഉറങ്ങാൻ പോകണതാണ്. എന്താ അവസ്ഥ കാണാൻ കഴിയും നിങ്ങൾക്ക് ബെഡിൻ്റെ. ഇതൊക്കെ ഇനിയിപ്പോൾ മാറ്റാൻ കഴിയും അറിഞ്ഞുകൂടാ. വയ്ക്കാനില്ല, അത്യാവശ്യം ഉറക്കമില്ല. അപ്പോഴാണ് ഇതിന് ഓൺ എക്സാമിനെ പറ്റി ആലോചിച്ചത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടാണ്. യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ചെറുതാണ്. അപ്പോൾ നിർത്തനാണ് കേട്ടോ.